+1 ക്ലാസുകൾ ആരംഭിച്ചതോടെ സ്കൂളുകളിൽ റാഗിംഗ് പരാതികളുടെ പ്രവാഹമാണ്. സീനിയർ വിദ്യാർത്ഥികളുടെ ചേട്ടൻ കളി ഒരല്പം അതിര് കടക്കുന്നുണ്ട്. ജൂനിയേഴ്സിനെ നല്ല നടപ്പ് പഠിപ്പിക്കുന്ന +2 വിദ്യാർത്ഥികൾ പലപ്പോഴും നിയമം കയ്യിലെടുക്കുകയാണ്. കോഴിക്കോട് നടുവണ്ണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തതായി പരാതി. +2 വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട പല കാര്യങ്ങളും ചെയ്യാതിരുന്നതിനും മുന്നറിയിപ്പ് അവഗണിച്ച് ചിരിച്ചതിനുമായിരുന്നു മർദ്ദനമെന്നാണ് പരാതി. കണ്ണിന് പരിക്കേറ്റ +1 വിദ്യാർത്ഥി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. +1 ക്ലാസ് ആരംഭിച്ച ദിവസം മുതൽ സീനിയർ വിദ്യാർത്ഥികൾ ഡ്രായിങ് ആരംഭിച്ചതായി മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ പറയുന്നു. മൈക്കെന്ന സങ്കല്പത്തിൽ കയ്യിൽ പേന പിടിച്ച് പാട്ടുപാടിക്കുകയും മറ്റുമായിരുന്നു ആദ്യം ചെയ്യിച്ച കാര്യങ്ങൾ. കൂടുതൽ ശാരീരിക അധ്വാനമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടതോടെ എതിർപ്പ് പ്രകടമാക്കി. ഇതോടെ കുട്ടികളുടെ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിലിട്ട് ഭീഷണി മുഴക്കി. ഒടുവിൽ സ്കൂളിൽ ചിരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി. ഇത് അവഗണിച്ചതോടെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥിയുടെ അമ്മ ആരോപിച്ചു. 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഒരാളുടെ കണ്ണേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇൻസ്റ്റാഗ്രാമിൽ ഇവന്റെ ഷർട്ട് കൈ താത്തിയിട്ടൊക്കെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ അറിഞ്ഞില്ല, ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. ഈ സ്കൂൾ ഉച്ചഭക്ഷണ സമയത്ത് പുറത്തു പോയി വരുമ്പം ഇവനെ വേറൊരു കുട്ടീനെ വിട്ടിട്ട് +2കാർ ഇവനെ വിളിപ്പിച്ചതാണ്. അപ്പോൾ വിളിച്ചു കൊണ്ടുപോയിട്ട് ചിരിക്കാണ്ട് വരാൻ പറഞ്ഞോലോ. അങ്ങനെ ഒന്ന് ചിരിച്ചു പോയി എന്നാ പറഞ്ഞത്. പിന്നെ ഇവൻ ചിരിക്കാണ്ട് നിന്നോലെ. അപ്പോൾ ഷർട്ടിന്റെ കോളറയ്ക്ക് കുത്തിപ്പിടിച്ചിട്ട് പിന്നെ അടിക്കാൻ നോക്കിയപ്പോൾ ഇവന്റെ കമ്പനിക്കാരനുണ്ടായിരുന്നു, ഓൻ ഇടപെട്ട് അവൻ പറഞ്ഞ് ഇവനെ അടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവനെ അടിച്ച് തള്ളിയിട്ട് പുറത്ത് ഷർട്ട് കീറിയിട്ട് ഒരു വലിയൊരു മുറിവുണ്ട്. ഇവനെ കൈകൊണ്ട് ഇടിച്ചതാണെന്നാ പറഞ്ഞത്. കണ്ണിന് നല്ല പരിക്കുണ്ട്. സംഭവത്തിൽ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയതായി സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു. പോലീസ് സ്കൂളിലെ റാഗിംഗ് വിരുദ്ധ സമിതിയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കോഴിക്കോട്.